ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് ഈ കേരളീയർക്കൊക്കെ ഏറ്റവും അധികം ഇഷ്ടമുള്ള ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറലായിട്ടുള്ള നമ്മുടെ പറമ്പിൽ കൃഷി ചെയ്തെടുത്തിട്ടുള്ള ചേന, കപ്പ, കാച്ചിൽ അങ്ങനെയുള്ള വിഭവങ്ങളാണ്. കൂടുതൽ ആളുകൾക്ക് അതാണ് ഇഷ്ടം. അത് കഴിക്കുമ്പോൾ നമ്മൾ എന്തോ മനസ്സ് നിറഞ്ഞ് വയറ് നിറഞ്ഞിരിക്കുന്നൊരു ഫീലിംഗ് ഉണ്ടാവും അല്ലേ. പൊറോട്ട, കുഴിമന്തി, ചിക്കൻ ഒക്കെ നമുക്ക് ഇഷ്ടമുള്ളതാണ്. പക്ഷേ അതിനേക്കാളും ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള ഫുഡാണ് ഈ പറയുന്ന കാച്ചിൽ, ചേന, ചേപ്പൊക്കെ ഉള്ളത്. നമ്മുടെ വയറ്റിനകത്തുള്ള വൃത്തികേടുകളൊക്കെ കളഞ്ഞ് നമ്മുടെ വയറിനെ ശുദ്ധമാക്കുകയും വയറ് നിറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥലം നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടെന്നേ. കഴിഞ്ഞ ദിവസമാണ് ഞാനിതിനെക്കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് പോയി ആ വഴി ഒന്ന് പോയി നോക്കിയതാ, എവിടെയാണെന്നറിയാതെ. അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ, നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവാം, നേരത്തെ തന്നെ കാണുന്നവരുണ്ടായിരിക്കാം. പക്ഷേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. കൂടുതലൊരു ബെൽ ബട്ടൺ ഉണ്ട്, ആ ബെല്ലും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ കൃത്യസമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പറയാൻ മറന്നുപോയാൽ ഇന്ന് ഞായറാഴ്ചയായിട്ട് ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് രാഘവൻ ചേട്ടൻ്റെ പുഴുക്ക് കടയിലേക്കാണ്. പൂങ്കാവിൽ നിന്ന് കോന്നിയിലേക്ക് പോകുന്ന വഴിയിൽ ഇൻഡോർ സ്റ്റേഡിയമുണ്ട്. ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ സൈഡിലായിട്ട് കുറേ കടകളുണ്ട്. പച്ചക്കറി കടകളുണ്ട്, ഫ്രൂട്ട്സ് കടയുണ്ട്. അതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ സ്വന്തം രാഘവൻ ചേട്ടൻ്റെ പുഴുക്ക് കടയുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീഡിയോയിലൂടെ അത് കണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ടുള്ള യാത്രയാണ്. എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഞങ്ങൾ പോയ വഴി തന്നെ പാസ് ചെയ്ത് പോയി. വീണ്ടും ഞങ്ങൾ വണ്ടി തിരിച്ച് കറക്കി കൊണ്ടുവന്ന് നല്ല ഒരു ശാന്ത സുന്ദരമായിട്ടുള്ള സ്ഥലം, നമുക്ക് മൈൻഡൊക്കെ ഒന്ന് സെറ്റാവുന്ന സ്ഥലം. വലിയ തിരക്കെന്ന് വെച്ചാൽ റോഡിൽ കൂടെ വണ്ടി പോകുന്നുണ്ട്, പക്ഷേ നമുക്കതൊന്നും ഒരു ഫീലിംഗ് ഇല്ല. നമ്മൾ ആ കടയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ ആ പുഴുക്കിലേക്ക് മാത്രമായിരിക്കും നമ്മുടെ ശ്രദ്ധ. ഇതെന്തൊക്കെയാണെന്ന് തന്നെ നമുക്ക് ആദ്യം കൺഫ്യൂഷനാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഏത്തയ്ക്ക പുഴുങ്ങിയതുണ്ട്, കാച്ചിൽ, ചേമ്പ്, മധുരക്കിഴങ്ങ്, കപ്പ, അങ്ങനെ കുറേ അധികം ഐറ്റംസ് നമ്മുടെ ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ നിറച്ച് തരികയാണ്. നമ്മൾ വിചാരിക്കും, ആദ്യം കാണുമ്പോഴായിരിക്കും ഇത് കഴിച്ചാൽ എങ്ങനെ വയറ് നിറയുന്നു. പക്ഷേ അങ്ങനെ ഒന്നല്ല ഗൈസ്. നമ്മൾ ആ ഒരു പ്ലേറ്റ് കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് നല്ലോണം നിറയും, മനസ്സും നിറയും, നമ്മുടെ പോക്കറ്റിലെ പൈസ തൊട്ട് പോവുകയില്ല. ആകെ കൂടെ ഒരു പ്ലേറ്റിന് 60 രൂപയുള്ളൂ. 60 രൂപയ്ക്ക് 6000 രൂപയുടെ ഫുഡ് കഴിച്ചിട്ട് വന്നൊരു ഫീലിംഗ് ആയിരിക്കും നമുക്കുണ്ടാവുക. നേരത്തെ പറഞ്ഞതുപോലെ ആ റോഡ് സൈഡിൽ തന്നെയാണ് പൂങ്കാവിൽ നിന്നും കോന്നിയിലേക്ക്, കോന്നിയിൽ നിന്നും പൂങ്കാവിലേക്ക് വരുന്ന ആ ഒരു വഴിയിൽ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ സൈഡിലാണ് നമ്മുടെ ഈ കടയുള്ളത് കേട്ടോ. സന്തോയുടെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പകുതി സമയം ഞാൻ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മൂന്ന് തരത്തിലുള്ള ചമ്മന്തി ഉണ്ട് കേട്ടോ. ഒന്ന് നമുക്ക് പച്ചമുളക് ചമ്മന്തി തരും, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തൈരും തേങ്ങയും കൂടെ വെച്ചുള്ള ചമ്മന്തി ഉണ്ടല്ലോ, അതും തരും. അതിൻ്റെ കൂടെ മുളക് പൊടിയും ചുവന്നുള്ളിയൊക്കെ ഇട്ട് അരിഞ്ഞ് ഒരു സംഭവമുണ്ട്, ആ ചമ്മന്തിയും കൂടെ തരും. ഇത് മൂന്നും കൂടി ഇട്ട് ഇളക്കി കഴിച്ച എൻ്റെ പൊന്നു മോനെ, ഒന്നാം തരം സൂപ്പർ സൂപ്പർ സൂപ്പർ. ഒന്ന് കഴിച്ച് നോക്കണം നിങ്ങൾ. ഒരുപാട് കോമഡി വേദികളിലൊക്കെ നിറഞ്ഞാടുന്ന സുജിത്ത് എന്ന് പറഞ്ഞ ചേട്ടൻ്റെയും കൂടെ കടയാണിത്. ചേട്ടൻ്റെയും ഈ നമ്മുടെ കടയിലെ ചേട്ടൻ്റെക്ക് അച്ഛനാണ് രാഘവൻ ചേട്ടൻ. അച്ഛൻ മരിച്ചുപോയി. അപ്പം അച്ഛൻ്റെ പേരിൽ അവർ തുടങ്ങിയിട്ടുള്ള കടയാണിത്. ഭക്ഷണമാണ്. നല്ല ഗ്രാമീണമായ ഒരു അന്തരീക്ഷത്തിൽ അല്ലേ, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ്. പിന്നെ 5 സ്റ്റാറിലൊക്കെ കയറി കുഴിമന്തിയും അതൊക്കെ കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്ററാണ്. നല്ല നാടൻ ഭക്ഷണം അല്ലയോ. മധുരക്കിഴങ്ങ് അതാ പറഞ്ഞത്. കാച്ചില് ഞാൻ താമസിച്ചു പോയി കഴിച്ചു വന്നപ്പോൾ. ഏത്തയ്ക്ക, കാച്ചില്, കപ്പ, മധുരക്കിഴങ്ങ്. അയ്യോ ഇതെന്തോ, ഇത് ചേമ്പ്. സോറി, എല്ലാം കൂടെ മനസ്സിലാവുന്നുണ്ട്. അവിടെ ഫുഡ് തീരുന്നില്ല. അവർ തീരുമ്പോൾ തന്നെ വീണ്ടും
അപ്പോൾ സാധനങ്ങൾ കൊണ്ടുവന്ന് നിറയ്ക്കുന്നു, എല്ലാവർക്കും കൊടുക്കുന്നു, വയറ് നിറച്ച് ആഹാരം കൊടുക്കും. പേരെന്തോ? പേര് സുനിൽ. എന്നാ ഇത് തുടങ്ങിയത്? തുടങ്ങിയ വിഷുവിൻ്റെ തുടങ്ങി ഉദ്ഘാടനം. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? അടിപൊളിയായിട്ട് പോകുന്നില്ല? കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. നാട്ടുകാരെല്ലാം നമ്മളോട് സപ്പോർട്ടാണ്, നല്ല ഇതായിട്ട് പോകുന്നത്. അതായത് കോമഡി സ്കിറ്റ് നടത്തുന്ന സുജിത്തിന്റെ അനിയനോ ചേട്ടനോ? ചേട്ടൻ. നിങ്ങൾ എത്ര പേരാണ്? ഞങ്ങൾ മൊത്തത്തിൽ 7 പേര്. 7 പേരല്ലേ? ബാക്കിയുള്ളവരൊക്കെ ബാക്കിയുള്ള ഓരോ ജോലിക്കൊക്കെ പോവാം അല്ലേ? അപ്പൊ ഈ രാഘവൻ ചേട്ടന്റെ പുഴുക്ക് കട എന്നുള്ള ഈ രാഘവൻ എന്നുള്ളത് ഞങ്ങളുടെ അച്ഛനാണല്ലേ? ഇവിടൊക്കെ ഉള്ള മുഴുവൻ കൃഷി നടത്തിയ ആളല്ലേ? പിന്നെ ഫുള്ള് കൃഷി. അത് ചെറുതെ പറയുന്നത്. ഇവര് 7 മക്കള്. മൊത്തം കൃഷി നടത്തി. നിങ്ങൾ 7 മക്കള്. ഇതിന്റെ പ്രമോഷന് വേണ്ടി അത് വേണ്ട. പിന്നെ ഞങ്ങളിത് സത്യം പറഞ്ഞാൽ ഫേസ്ബുക്കിൽ കണ്ടത്. അടൂരുണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞായിരുന്നേ. അപ്പം ഈയിടയ്ക്ക് ഫേസ്ബുക്കിൽ ഇത് കണ്ടത്. ഇങ്ങനെ ചേട്ടൻ എൻ്റെ അടുക്കാൻ പറഞ്ഞു ഇങ്ങനെ. അപ്പൊ ഇന്നലെ നോക്കിയപ്പോൾ ഞാനും കണ്ടു. അങ്ങനെ ഞങ്ങൾ നേരെ സാധനം വന്നല്ലോ, ലോഡ് വന്നല്ലോ. അടുത്തത് ഇപ്പൊ തീർന്നു. അതെന്റെ മോള്. ഇത് പെങ്ങളുടെ മോള്. ഇത് എല്ലാരും ഉണ്ടല്ലേ? നിങ്ങളെല്ലാം കുടുംബക്കാരല്ലേ? ഇന്ന് അവധിയല്ലേ? ചേട്ടൻ്റെ ഒരു ചേട്ടനായിട്ട് വരും. സാധനം വന്നിരിക്കുകയാണ്. അമ്മയുടെ അനിയത്തിനെ മോൾ. ഓ ശരി. അമ്മയുടെ കുഞ്ഞുമല്ല, എന്റെ കുഞ്ഞുമ്മയുടെ. സോറി ചേട്ടാ, എന്തോ ഒരല്പം അങ്ങോട്ട് കൊണ്ടുവന്നു. പക്ഷേ ശകലത്തിനൊന്നും മാറ്റം വന്നു. ചേഞ്ച്. അപ്പൊ എന്തായാലും വൈകിട്ട് വരെ ഉണ്ടല്ലോ. ഇനി ഭക്ഷണം വൈകിട്ട് വരെ ഉണ്ടല്ലോ. മഴയാണെന്നായിരുന്നു. മഴയാണെങ്കിൽ നേരത്തെ പോവാം. അതിന് മുന്നേ ആളുകളെല്ലാം വന്ന് കഴിച്ചേച്ച് വയറ് കഴിച്ചോ? അങ്ങനെ ഞങ്ങൾ വയറ് നിറച്ച് കപ്പയും ചേനയും കാച്ചിലും ചേമ്പും എല്ലാം തട്ടിക്കൂട്ടി കഴിച്ചു ഗൈസ്. എരിവുണ്ടായിരുന്നു, പക്ഷേ എരിവില്ലെങ്കിൽ രസമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. അവർ വീണ്ടും തരട്ടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് വയറ് നിറയും കേട്ടോ, നല്ല രീതിയിൽ വയറ് നിറയും. ഒരുപാട് ആളുകൾ വന്ന് മേടിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മനസ്സ് നിറഞ്ഞ് ഫുഡ് കഴിക്കാൻ പറ്റിയതാണ് ഏറ്റവും സന്തോഷം. ഈ ചേച്ചി പറഞ്ഞ പോലെ കുഴിമന്തിയും പൊറോട്ടയും ചിക്കനും ഒക്കെ നമുക്കിഷ്ടമാണ്. പക്ഷേ അതിനേക്കാളും നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള ഇതുപോലുള്ള ഐറ്റംസ്, നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ഒത്തിരി ആളുകൾക്കൊന്നും ഇത് ഇഷ്ടമല്ല. കാച്ചിലും ചെയ്യുമ്പോൾ എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അങ്ങനല്ല, ഒന്ന് കഴിച്ച് നോക്കിയാൽ മാത്രമേ നമുക്കതിൻ്റെ ഒരു ടേസ്റ്റും ഗുണവും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും കോന്നിന്ന് പൂങ്കാവിലേക്ക് പോകുമ്പം അവിടെ ബ്രേക്ക് പിടിക്കുന്നവരും മറക്കണ്ട, ഇറങ്ങി നല്ലോണം കഴിക്കുക. കുട്ടികൾക്കൊക്കെ അവധിയായിരുന്നു കേട്ടോ. അവധിയായതുകൊണ്ട് അവർ ഹെൽപ്പിനായിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ്. തലയിൽ അവർ ഭയങ്കര ക്ലീനാട്ടോ. തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ട് മാസ്കൊക്കെ വെച്ചിട്ടാണ് ഫുഡ് എടുക്കുന്നതും എല്ലാം. സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒന്നും പാത്രത്തിലേക്കൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ശ്രദ്ധിച്ചാണ് ഓരോ സാധനങ്ങളും അടച്ച് ഭദ്ര ഇത് വട്ടയില കൊണ്ട് അടച്ച് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് അടപ്പിട്ട് അടച്ചാണ് സാധനങ്ങൾ വെച്ചിട്ടുള്ളത്. അപ്പം അങ്ങ് ദൂരെ ഒരു ടവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ടവറിനടുത്തു നിന്നാണ് അവർ ഫുഡ് കൊണ്ടുവരുന്നത്. അവിടെ നിന്ന് ഇവിടെ തീരുമ്പം അവിടെയാണ് വീട്. അവിടെ നിന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്ത് ഇവിടെ കൊണ്ടുവരും. തീരുന്നതിനനുസരിച്ച് ഫുഡ് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. ലാസ്റ്റാണ് വീഡിയോ എല്ലാം എടുത്ത് ചേട്ടൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് കഴിച്ച് എരിവൊക്കെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ്. ഇനിയിപ്പം ചുക്ക് കാപ്പിയും തേയിലവെള്ളവും കാപ്പിയും ഒക്കെ അവർ റെഡിയാക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു ഇച്ചിരി അച്ചാറും കൂടെ വെക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. തുടക്കമല്ലായിരുന്നോ? ഇപ്പം നല്ല സെറ്റായിട്ടുണ്ട്, ഞങ്ങൾ കണ്ടായിരുന്നു. അങ്ങനെ അജിത ചേച്ചി വീണ്ടും സ്റ്റുഡൻറ്റിനെയും കൊണ്ട് പോവുകയാണ്. ചേച്ചിക്ക് ബായ്. അപ്പോൾ പോകുന്ന വഴിക്ക് സ്ഥലം വിട്ടു പോവണ്ട, റോഡ് സൈഡിൽ തന്നെയുണ്ട് രാഘവൻ ചേട്ടൻ്റെ പുഴുക്ക് കട എന്ന് പറഞ്ഞ് സുജിത്ത് ചേട്ടൻ്റെയൊക്കെ ഫോട്ടോ വെച്ചിട്ടുള്ളൊരു ബോർഡുണ്ട്. ലെഫ്റ്റ് സൈഡിലും ഉണ്ട്, റൈറ്റ് സൈഡിലും ഉണ്ട്. നമുക്ക് കടയുടെ മുകളിൽ തന്നെയുണ്ട്, അല്ലെങ്കിൽ റോഡിൽ കൂടെ വരുന്നത് കാണുകയും ചെയ്യാം. അപ്പം നിങ്ങളത് വിട്ടു പോകരുത്. വിട്ടു പോയാലും മുന്നേ പോയി ബ്രേക്ക് പിടിക്കുക, വണ്ടി തിരിക്കുക, ഇവിടെ വന്ന് കഴിക്കുക, പോവുക. അതിനടുത്ത് കുറേ കടകളുണ്ട്. പച്ചക്കറി കടയുണ്ട്, ഫ്രൂട്ട്സ് കടയുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. ഫുഡൊക്കെ പാഴ്സൽ മേടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. പാഴ്സലൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ദിവസം കുശാലായി. നിങ്ങൾക്കും ഇതുപോലൊരു നല്ല ദിവസം രാഘവൻ ചേട്ടൻ്റെ പുഴുക്കടയിൽ നിന്നും തന്നെ ഉണ്ടാവട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് ആശംസിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും
മറക്കാതിരിക്കുക. അതിലൂടെ അവർക്കൊരു നല്ലൊരു പ്രചോദനമാകും. കൂടുതൽ ആളുകളിലേക്ക് ചേനയും കാച്ചിലും ചേമ്പൊക്കെ എത്തട്ടെന്നേ, അവരും കഴിച്ച് അവരുടെ പേര് നല്ല ശുദ്ധമാക്കട്ടെ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.